السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين برضا الله أما بعد. കലയുടെയും സാഹിത്യത്തിന്റെയും വർണ്ണാഭമായ ഈ അവസരത്തിൽ ഫേക്ക് ന്യൂസ് കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. 2022 മാർച്ച് 14 തീയതിയത സിദ്ധാർത്ഥ് വരദരാജനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. നാം ചിന്തിക്കണം, എന്തിനാണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥ് വരദരാജനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? യഥാർത്ഥ മാധ്യമം എന്താണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമത്തിന്റെ യഥാർത്ഥ ദൗത്യം എന്നുള്ളത്. ആദ്യകാലങ്ങളിലെല്ലാം 1947 നാം ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിലെല്ലാം നമ്മുടെ ഗാന്ധിജിയും അതുപോലെ തന്നെ ആദ്യകാലത്തെ പ്രമുഖ പണ്ഡിതന്മാരുമെല്ലാം ആ കാലത്ത് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് പത്രങ്ങളിലൂടെയും മറ്റു സംവിധാനങ്ങളിലൂടെയുമായിരുന്നു. പക്ഷേ ഈ ആധുനിക കാലത്ത്, ഈ ഡിജിറ്റൽ ലോകത്തിൽ നാനും നിങ്ങളും കണ്ടിരിക്കുന്നത് ക്യാമറകളുടെ മുൻപിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങൾ വളരെയധികം ജനങ്ങളെയും സമൂഹത്തെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെയെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് മാധ്യമങ്ങളുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം, 2017 മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ഇത് സംവിധാനത്തിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം ആൾട്ട് ന്യൂസിലെ സമൂഹത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെയും സമൂഹങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും എല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സംവിധാനത്തെ, ആ ഒരു പ്രശ്നത്തെ 2022 ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? യഥാർത്ഥ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് കേട്ടത് എന്താണോ അത് അപ്പടി വിശ്വസിക്കരുത്, നിങ്ങൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണോ നാം ചിന്തിക്കണം, ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്ന സമയത്ത് അതാ പിറ്റേ ദിവസം ന്യൂസിൽ വരുന്നത് വിദ്യാർത്ഥികളെ മയത്തിരുത്തി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫേക്ക് ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ്? സമൂഹത്തിനെ അല്ലെങ്കിൽ രാഷ്ട്രീയതയെ ഒരു ഭിന്നിപ്പിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ ഇല്ലായ്മയിലേക്ക്, താഴ്ചയിലേക്കുള്ള ഒരു സമൂഹമാണ് ഇന്നത്തെ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി വിവാദത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ AP അബൂബക്കർ ഉസ്താദിനെ കുറിച്ച് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. ഉസ്താദ് മുഖ്യമന്ത്രി ആരാവണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിവേദനം ഗവൺമെന്റിന് അതായത് കൈമാറിയിട്ടുണ്ടെന്ന്. എന്തിന്റെ പേരിലാണ്? ഒരു സമൂഹത്തിനെ, ഒരു മതരാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ഒരു പാർട്ടിയോട് സപ്പോർട്ട് ചെയ്യേണ്ടുന്നവർക്ക് അവരെ അതിലേക്ക് താഴ്ചയിടുന്നതിലേക്കുള്ള ഒരു സമൂഹത്തെയാണ് ഞാനും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെയല്ല, അവർ ഒരു സമൂഹത്തെ അവരുടെ DPR-നും അവരുടെ റീച്ചുകൾക്ക് വേണ്ടിയും അവരുടെ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ മുൻപന്തിയിൽ എത്താൻ സാധിക്കും, അവർക്ക് എങ്ങനെ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിലേക്കാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാലത്തെ മാധ്യമങ്ങൾ മാറ്റിക്കുറിക്കേണ്ടതുണ്ട്. അവർ അവരുടെ യഥാർത്ഥ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒരു മാധ്യമത്തെ ജനസമൂഹം മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് അവരുടെ യഥാർത്ഥത്തെ മാധ്യമത്തെ അവർ മാറ്റിയെടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.